ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും അത് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല ഗൈസ്, അത് ഞാൻ കാണിച്ചു തരാം എന്താണ്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. സുജു ബിസിയാണ്, അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവളെ അവളുടെ അടുത്തേക്ക് പോകണം. പിന്നെ അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അതിനകത്ത് വീഡിയോ അതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇറങ്ങിയത്. എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെ ഇറങ്ങാറ്. അപ്പോൾ നമുക്ക് നടക്കാം. ചെറിയ തണുപ്പുണ്ട്, വലിയ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, എന്നാലും ചെറിയ തണുപ്പുണ്ട്. പറയുമ്പോൾ കാറ്റടിക്കുമ്പോൾ തണുപ്പുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയ കാരണം തോന്നുന്നു കുറച്ച് ഭയങ്കര തണുപ്പ് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. ഞാൻ 10:30 എത്താമെന്ന് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 10:45 നടന്നു തുടങ്ങട്ടെ. ഞാൻ വിചാരിച്ചു സുജു വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്. എത്രയാ വിളിക്കാൻ? സുജു വെരി ബിസി. ഓക്കെ, പിന്നെ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. പാരൻസ് ഉള്ളപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ നടന്നിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ നടന്നിട്ട് ഇല്ല. പണ്ടൊക്കെ വന്ന ടൈമിൽ നടന്നിട്ട് തന്നെ പോകാറില്ല. അത് പിന്നെ നമുക്ക് സുജു കൊണ്ടാക്കാനും കൊണ്ടുവരുള്ളപ്പോൾ മടിയാണ് പിന്നെ നടക്കാനൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഈ റോട്ടിൽ നിന്ന് നമ്മുടെ അവിടേക്ക് കയറ്റാണ്. അപ്പോൾ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കണ്ട, നല്ല ഭംഗിയത്. രാത്രി ആകുമ്പോൾ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നമുക്ക് ഈ വഴി കൂടെ ഇറങ്ങാം. എന്തായാലും ഞാൻ നേരെ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ഈ വഴി കൂടെ ഇറങ്ങാം. അപ്പോൾ ഇതാണ് ഓരോരോ വീടുകൾ, ഓരോരോ പാർക്കിംഗ് സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ. ഒരു വീട്, നല്ല വീടല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് നല്ല ട്രീ, അത് നല്ല ഭംഗിയുണ്ട്. അവരത് കട്ട് ചെയ്ത് നിർത്തുന്നതാട്ടെ. എങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഞങ്ങൾ വീടെടുത്തതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഇതൊരു ട്രീ ഉണ്ട്. ഒരു ചെടിയോ അങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം. അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ എങ്ങനത്തെ രൂപമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഏതോ സ്കൂളിൽ ബെല്ലടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് നമുക്ക് ബ്രൂക്ലിൻ സ്കൂളുണ്ട്. അത് ചിക്കുവിൻ്റെ സ്കൂളായിരുന്നു. ചിക്കു 5th സ്റ്റാൻഡേർഡ് വരെ അവിടെയായിരുന്നു. എൻ്റെ അടുത്തൊരു കനഡിയൻ ഇവിടെ നമ്മളിവിടെ പരിചയമില്ലെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു ഹായ് ഹലോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മളത് പറയും. അപ്പോൾ ആൾ പറയുന്നത് നല്ല ക്ലൈമറ്റാണ്. ഞാൻ ഞാൻ വലിയ തണുപ്പൊന്നും നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാനൊന്നും നമുക്ക് തണുപ്പത്ത് പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കടയുടെ ഇപ്പുറത്തുകൂടെ വന്നിട്ടുണ്ട്. ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാനിനി ലെഫ്റ്റോട്ട് ടേൺ എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ വ്യൂ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാലേ, ഇപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ മാത്രമാണ് കാണിക്കുന്നത്, പുറത്തേക്കൊന്നും കാണിക്കണില്ല. അപ്പോൾ ഓക്കെ, ഞാൻ പുറത്തേക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെ തോന്നണം. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എന്നെ അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ഗൈസ്, തണുപ്പുണ്ട്. എൻ്റെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നടന്ന് ഞാൻ ഷാമര അവിടേക്ക് എത്തി. എൻ്റെ മൂക്ക് ചോന്നിട്ടുണ്ട്, ചെറുതായിട്ട് ചോന്നിട്ടുണ്ട്. തണുപ്പ് കാരണം തോന്നുന്നു. പക്ഷെ എന്താ വലിയ തണുപ്പെന്നൊന്നും പറയാനില്ല. പക്ഷെ എന്താണെന്നറിയില്ല, കുറച്ച് നാളായി ഇങ്ങനെ തണുപ്പത്ത് നടന്നിട്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഷാമര വീട് എത്താറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ വിളിക്കാനുള്ള ഇറങ്ങി വരും. ഇനി അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും നടക്കും. അപ്പോൾ പിന്നെ ഒരു കൂട്ടുണ്ട് നടക്കും. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ രസമാണല്ലോ. അപ്പോൾ നമുക്ക് ഷാമിനെ ഞാൻ ഒന്ന് കോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പുതിയ വീട് പണിയുന്നുണ്ട്, ഞാൻ കാണിച്ചത്. ആദ്യം ഇവിടെ നല്ലൊരു വീടായിരുന്നു. ഞാൻ ക്രോസ് ചെയ്തു. ഇവിടെയാണ് ഷാമ താമസിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൾ വരാൻ വന്നിട്ടുണ്ട്. അവളുടെ ഈ വീട് പണിതാണ്. എന്നെക്കാളും മുന്നേ യാത്ര ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ഞാനൊരു 10 മണിക്ക് വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ ഞാൻ റെഡിയാണ്, നീ എപ്പോൾ പറഞ്ഞാലും ഞാൻ ഇവിടെ വന്നിട്ട് ഇതാ വെയിറ്റ് ചെയ്യാണ്. ഇറങ്ങിയിട്ടില്ല ഇതുവരെ. വരുന്നു ചോദിച്ചു.
इस तरफ से ना അപ്പോൾ ഇതാണ് ഷാമു. സേ ഹായ് ഷാമു. अच्छे से मैं ले लेती ना. हाँ मेरे को ना अचानक से ऐसे याद आया कि चलो एक वीडियो ले लेते. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോണത്. ഞാൻ എവിടേക്കാന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തത് ഇങ്ങനത്തെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഈ എക്സ്പീരിയൻസ്. ഷാമിന്റെ ഫസ്റ്റ് ടൈമാണോ? അതെ, എൻ്റെ ഫസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചാടാൻ പോണത്. കുഴിയാണോ നല്ലതാണോ എന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ നടക്കട്ടെ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് നടക്കണം. പിന്നെ എത്ര നടന്ന ദൂരം തന്നെ ഞങ്ങൾക്ക് ഇനി നടക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു. ഷാമിക്ക് എന്ത് പറയണ്ട? ഒന്നുമില്ല, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിക്കാം. അതെ. അല്ല, എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും എത്ര മണിക്ക് പോവാന്നാ? ഞാനൊരു ദിവസം ഇവിടെ स्नो था ना, वो टाइम पे मैंने फोटो लिया है. मस्त लगता है ना? व्यू ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കാണ്. ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട്. എന്നാലേക്ക് നല്ല ഭംഗി നോക്കി ഒന്നും കൂടി എടുത്തു. അതാണ് ഇവിടെയാണ് ഇപ്പോൾ വരാറുള്ളത്. പുതിയ ക്യാമ്പസ് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ പണ്ട് പുതിയ ക്യാമ്പസാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ലൈബ്രറി. ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തി ഇവിടുത്തെ YMCA. YMCA ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്കറിയാം. ഞങ്ങൾ എന്തായാലും കയറാൻ പോവാണ് ഇവിടേക്ക്. ഇവിടെ അതെ, വലതുകാലം വെച്ച് കയറിക്കോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും YMCA പോയിട്ട് അഡ്മിഷൻ എടുത്തു. വേറെ ഒന്നിനുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പുതിയതായിട്ട് ആദ്യമായിട്ട് ജിമ്മിന് പോകാൻ തീരുമാനിച്ചു. അതെന്തായാലും നമ്മളെന്നും നാളെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ തൊട്ട് അതിന് വരണം. എങ്ങനെയായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും വരും, എന്തായാലും ചെയ്യും എന്ന് ഒരു ഉറപ്പിച്ചിട്ട് തന്നെയാണ് അല്ലേ? ഇവള് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണേ. എനിക്ക് ഫാമിലി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. മോൾക്ക് ഓൾറെഡി മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ സുജിനും കൂടി ആഡ് ചെയ്തു. ഇനി സുജിനും ജിമ്മിന് പോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ മൊത്തത്തിൽ കുടുംബം അടക്കം ജിമ്മിന്. അതെ, അപ്പോൾ അതായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന തണുപ്പ് പോലും ഇപ്പോൾ തീരില്ല അല്ലേ? നടക്കുമ്പോൾ തീരെ തണുപ്പില്ലാണ്ടായിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്. സമ്മർ അപ്പം അടുത്തുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ? യെസ്, ഇപ്രാവശ്യം വിൻ്റർ സൂപ്പറായിരുന്നു. പെട്ടെന്ന് പോവുകയും ചെയ്തു. വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നത് ഷാമിൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അല്ലേ? അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പരമാവധി നാളത്തെ വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഡേ ടു ജിം അതെന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. ബൈ. ഓക്കെ, അപ്പോൾ ശരി, ബൈ. ഓക്കെ.